തുടർച്ചയായ ജ്ഞാനത്തിലൂടെയും തപസ്സിലൂടെയും ഒരു തപസ്വിനിയായി മാറി പുണ്യപരമാത്മാവ് പവിത്രവും പരിപാലനവുമായ ആറാലുമൂട് കൈലാസനാഥ മഹാദേവപുരം ശ്രീ മഹാദേവ ക്ഷേത്ര മഠാധിപതി അനവധി ഹൈന്ദവ വിശ്വാസികളുടെയും നേതൃത്വത്തിൽ പുണ്യപരമാത്മാവ് ബ്രഹ്മശ്രീ ഗോപസ്വാമി തൃപ്പാദങ്ങളുടെ ഭൗതിക സമാധി ദേഹവും വഹിച്ചുകൊണ്ടുള്ള നാമജപയാത്രയാണിത് ഈ രീതിയിലൂടെ കടന്നു വരുന്നത്. ഹൈന്ദവ ധർമ്മത്തിനും ഹൈന്ദവ ദർശനത്തിനും വേണ്ടി സനാതന ധർമ്മത്തിനു വേണ്ടി സ്വജീവിതം സമർപ്പിച്ച് തുടർച്ചയായ ജ്ഞാനത്തിലൂടെയും തപസ്സിലൂടെയും ഒരു യോഗീവര്യനായി പുണ്യപുരാതനവും പവിത്രവുമായ ആറാലുമൂട് കൈലാസനാഥ മഹാദേവപുരം ശ്രീ മഹാദേവ ക്ഷേത്ര മഠാധിപതി സ്വാമി തൃപ്പാദങ്ങളുടെ ഭൗതിക സമാധിദേഹവും വഹിച്ചുകൊണ്ടുള്ള നാമജപയാത്രയാണിത് ഈ രീതിയിലൂടെ കടന്നു വരുന്നത്. അനവധി ശ്രേഷ്ഠന്മാരുടെയും മഠാധിപതിമാരുടെയും ഹൈന്ദവ സംഘടനാ നേതാക്കളുടെയും അനവധി ഹൈന്ദവ വിശ്വാസികളുടെയും പദ്ധതിയുടെ പരമാത്മാവ് കൈലാസനാഥയുടെ ഭൗതിക സമാധിദേഹം വഹിച്ചുകൊണ്ടുള്ള നാമജപയാത്രയാണിത് ഈ രീതിയിലൂടെ കടന്നു വരുന്നത്. നിരവധി മുനിശ്രേഷ്ഠന്മാരുടെയും ആചാര്യന്മാരുടെയും നേതൃത്വത്തിൽ നിരവധി ഹൈന്ദവ സംഘടനാ നേതാക്കന്മാരുടെയും നേതൃത്വത്തിൽ ഇത് ഈ പുണ്യവീതിയിലൂടെ നാമജപയാത്ര കടന്നു വരുന്നു. പുണ്യപുരാതനവും പവിത്രവുമായ കൈലാസനാഥപുരം ശ്രീ മഹാദേവ ക്ഷേത്ര മഠാധിപതി തുടർച്ചയായ ജ്ഞാനത്തിലൂടെയും തപസ്സിലൂടെയും നേടിയെടുത്ത ജ്ഞാനം കൊണ്ട് സനാതന ധർമ്മത്തിന് വേണ്ടി സ്വജീവിതം മാറ്റിവെച്ച തുടർച്ചയായ ജ്ഞാനത്തിലൂടെയും തപസ്സിലൂടെയും സനാതന ധർമ്മത്തിന് വേണ്ടി സ്വജീവിതം മാറ്റിവെച്ച പുണ്യപുരാതനവും പവിത്രവുമായ കൈലാസനാഥ മഹാദേവപുരം ക്ഷേത്ര മഠാധിപതി ബ്രഹ്മശ്രീ ഗോപസ്വാമി തൃപ്പാദങ്ങളുടെ ഭൗതിക സമാധിദേഹം വഹിച്ചുകൊണ്ടുള്ള നാമജപയാത്രയാണിത് ഈ രീതിയിലൂടെ കടന്നു വരുന്നത്. സനാതനധർമ്മം സത്യമാണെന്ന് തെളിയിച്ചുകയായി മാറി പുണ്യപുരാതനവും പവിത്രവുമായ കൈലാസനാഥപുരം ശ്രീ മഹാദേവ ക്ഷേത്ര മഠാധിപതി ബ്രഹ്മശ്രീ ഗോപസ്വാമി തൃപ്പാദങ്ങളുടെ സമാധിദേഹം വഹിച്ചുകൊണ്ടുള്ള നാമജപയാത്രയാണിത് ഈ രീതിയിലൂടെ കടന്നു വരുന്നത്. ഓം നമഃശിവായ ഓം നമോ നമഃശിവായ മന്ത്രോച്ചാരണത്തോടുകൂടി ഹൈന്ദവ ധർമ്മത്തിന് വേണ്ടി സ്വജീവിതം മാറ്റിവെച്ച സ്വജീവിതം സമർപ്പിച്ച് തുടർച്ചയായ ജ്ഞാനത്തിലൂടെയും തപസ്സിലൂടെയും ഒരു ജ്ഞാനിയായി ഓം നമഃശിവായ ഓം നമോ നമഃശിവായ മന്ത്രോച്ചാരണത്തോടെ നിരവധി മുനിശ്രേഷ്ഠന്മാരുടെയും മഠാധിപതിമാരുടെയും ഹൈന്ദവ സംഘടനാ നേതാക്കളുടെയും നേതൃത്വത്തിൽ അനവധി ഹൈന്ദവ വിശ്വാസികളുടെയും നേതൃത്വത്തിൽ തെളിയിച്ചുകൊണ്ട് സനാതന ധർമ്മത്തിന് വേണ്ടി സ്വജീവിതം മാറ്റിവെച്ച തുടർച്ചയായി ജ്ഞാനത്തിലൂടെയും തപസ്സിലൂടെയും ഒരു മുനിവര്യനായി ജീവിച്ച പുണ്യപുരാതനവും പവിത്രവുമായ കൈലാസനാഥ മഹാദേവപുരം ശ്രീ മഹാദേവ